بسم الله الرحمن الرحيم. نحمدك اللهم حمدا دائما صلي على خير العباد مسلما وآله أهل العبا والكرما وأهل بيت ناصري دين الله آمدنا بمددهم يا الله بسر سيدنا الشريف الأهدلي زين المحققين طاهر الولي وبكل آباء إلى جد العلي ندعو بهم متوسلين إلى الله فاسمع دعاءنا بهم يا الله بمدد والده الشهير الأهدلي محمد وبأبيه المهدلي محمد الأصغر ذي الفضل الجلي. ബദിയടുക്കയുടെ നെറുകയിൽ തിലകച്ചാർത്തായി തല ഉയർത്തി നിൽക്കുന്ന യൂണിറ്റി മസ്കൻ ഹാർഡ്വെയർസ് മെറ്റീരിയൽസ്, ആരെയും ആകർഷിപ്പിക്കുന്ന ടൈൽസുകളുടെ വൻ ശേഖരം. യൂണിറ്റി മസ്കൻ ഡീലേഴ്സ് ഇൻ സ്റ്റീൽ, ഹാർഡ്വെയർ, സിമന്റ് ആൻഡ് ടൈൽസ്. യൂണിറ്റി മസ്കൻ, അപ്പർ ബസാർ, ബദിയടുക്ക, PO പർദാല, കാസർഗോഡ്. ഫോൺ 0499828622. മൊബൈൽ 9447736022. അസ്സലാമു അലൈക്കും. അധർമ്മത്തിന്റെ ഇരുമ്പുകോട്ടകൾക്കുള്ളിൽ കനൽപദങ്ങൾ താണ്ടി ധർമ്മത്തിന്റെ പൊൻപതാക പാറിക്കാൻ ഒരു പുരുഷായുസ് മുഴുവനും സമർപ്പിച്ച വിജ്ഞാനത്തിന്റെ വിശാല സമുദ്രം, വിനയത്തിന്റെ മകുടോദാഹരണം, വിശുദ്ധ ഹബീബിന്റെ പ്രിയ പൗത്രൻ സയ്യിദ് താഹിർ അൽ തങ്ങൾ ഉസ്താദിന്റെ ജീവിത വഴിയിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് ഞങ്ങളിവിടെ. ധാർമ്മിക
നൂറ്റാണ്ടു മുമ്പുള്ള ഒരു തിങ്കളാഴ്ച നിശയുടെ ഇരുളിനെ വകഞ്ഞു മാറ്റി കിഴക്കൻ ചക്രവാളത്തിൽ ഉയർകൊണ്ട ഉദയകിരണങ്ങൾക്ക് പതിവിലും കൂടുതൽ ശോഭയുണ്ടായിരുന്നു. മഞ്ഞുതുള്ളികൾ അസാധാരണമാംവിധം തെളിഞ്ഞിരുന്നു. വിദൂര ദിക്കുകളിലെ പുഷ്പങ്ങളുടെ സൗരഭ്യം വഹിച്ചുള്ള മന്ദമാരുതനും പടച്ചറബിനെ തസ്ബീഹ് ചൊല്ലി കളക്കൂജനം മുഴക്കുന്ന പറവകളും ആ പ്രഭാതത്തിന് മാറ്റം കൂട്ടിയിരുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമുക്ക് നോക്കാം. പുതുനാള് ആവേശ തിരുനാള് ആഘോഷം തീരതല്ലും സുദിനമല്ലോ. ആനന്ദ പുതുനാള് ആവേശ തിരുനാള് ആഘോഷ തീരതല്ലും സുദിനമല്ലോ. പരിപൂർണ പാതിരിപ്പോൾ തെളിഞ്ഞുവല്ലോ. പിഞ്ചുപ്പൂമോന്റെ പൂവതനം തിളങ്ങിയല്ലോ. പരിപൂർണ പാതിരിപ്പോൾ തെളിഞ്ഞുവല്ലോ. പിഞ്ചുപ്പൂമോന്റെ പൂവതനം തിളങ്ങിയല്ലോ. കരുണവാമുത്തിൻ പാത്രത്തിലെന്നുവല്ലോ. കാശിദിക്കുന്നു പരിമാണം പരത്തുന്നല്ലോ. കരുണവാമുത്തിൻ പാത്രത്തിലെന്നുവല്ലോ. കാശിദിക്കുന്നു പരിമാണം പരത്തുന്നല്ലോ. മാനം പൊൻതാരങ്ങളും മാടി വിളിക്കുന്നല്ലോ. മാനങ്ങളിൽ ശുഭദിനം ചൂടിപ്പാണല്ലോ. മാനം പൊൻതാരങ്ങളും മാടി വിളിക്കുന്നല്ലോ. മാനങ്ങളിൽ ശുഭദിനം ചൂടിപ്പാണല്ലോ. പാടുന്നു ചരിതങ്ങൾ പരിസൗരഭ്യം വീശുന്നു പൂന്തിങ്കൾ. ആലമിലാഘോഷം മതിതാഹിറുൽ അഹിദനിൻ പൊൻജന്മം. അതെ, 1945 ഒക്ടോബർ 22 അഥവാ ഹിജർ വർഷം 1365 ജമാദുൽ ആഖിർ 25 സയ്യിദ് മുഹമ്മദ് കോയങ്ങി തങ്ങളുടെയും സയ്യിദ ഷരീഫ ബീവിയുടെയും ദാമ്പത്യവല്ലരിൽ ഒരു കുസുമം പിറന്നു. പേരുപോലെ സംശുദ്ധനായ സയ്യിദ് താഹിറുൽ അഹ്ദൽ. അതെ, വിവരണങ്ങൾ തോറ്റുപോകുന്ന തൂലികകൾ കീഴടങ്ങുന്ന ഒരു വ്യക്തിപ്രഭാവത്തിന്റെ ഉദയം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലെ 4ാമത്തെ കണ്ണിൽ സയ്യിദ് മൂസൽ കാലിം റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ പ്രശസ്തരാണ് യമനിലെ ഖുതുബായ സയ്യിദ് അലിയുൽ അഹ്ദൽ. അവരിൽ നിന്നാണ് അഹ്ദൽ കബീലയുടെ ആരംഭം. ആ വിശുദ്ധ പരമ്പരയിലാണ് ഒരു സമുദായ സമുദ്ധാരകനായ സയ്യിദ് താഹിറുൽ അഹ്ദൽ ജന്മം കൊണ്ടത്. ആ കുട്ടിക്കാലം പരിചയപ്പെടാം. സുബ്ഹാനല്ലാഹ് കരയിത് കേൾക്കേടേ. ചരിതമറിയേടേ. ദാരിദ്ര്യം വിട്ടുപിരിഞ്ഞില്ല. ധർമ്മത്തിൻ പരിധി മറന്നില്ല. സുബ്ഹാനല്ലാഹ് കരയിത് കേൾക്കേടേ. ചരിതമറിയേടേ. ദാരിദ്ര്യം വിട്ടുപിരിഞ്ഞില്ല. ധർമ്മത്തിൻ പരിധി മറന്നില്ല. മാനിക്കിൻ മുൽക്കിൻ മുമ്പിൽ കേണു പറയുന്നെന്നും സാഷ്ടാംഗം നിന്നും വീലായാറയുമല്ല. കാവലകണകല്ല കണ്ണീർ തുടച്ചിടണേ. സൽബുദ്ധി നൽകിയെന്നും കനിവ് ചൊരിയണേ. സുബ്ഹാനല്ലാഹ് കഥയിത് കേൾക്കേടേ. ചരിതമറിയേടേ. ദാരിദ്ര്യം വിട്ടുപിരിഞ്ഞില്ല. ധർമ്മത്തിൻ പരിധി മറന്നില്ല. സുബ്ഹാനല്ലാഹ് കഥയിത് കേൾക്കേടേ. ചരിതമറിയേടേ. ദാരിദ്ര്യം വിട്ടുപിരിഞ്ഞില്ല. ധർമ്മത്തിൻ പരിധി മറന്നില്ല. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന വന്യപിതാവ് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ചുരുങ്ങിയ വരുമാനം മതിയാകാതെ വന്നപ്പോൾ ചികിത്സയിലും മരുന്നുകടയിലും പരീക്ഷണം നടത്തിയെങ്കിലും പലപ്പോഴും ആ വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ല. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ലോകത്ത് അവർ വളർന്നു. അന്തസ്സോടെ, അല്ലലും അലട്ടലുമില്ലാതെ, ആവലാതി പറയാതെ. നാട്ടുകാർക്കല്ല നാഥനാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിച്ച മാതാപിതാക്കൾ അവന് മുമ്പിൽ മാത്രമേ വിജയത്വം കാണിക്കൂ എന്ന് നിശ്ചയിച്ചവർ മക്കളെയും ആ വഴിയിൽ വളർത്തി. ബുദ്ധിമുട്ടുകൾക്കിടയിലും തങ്ങളുടെ മക്കൾ ശുദ്ധരും സൽസ്വഭാവികളുമാകണമെന്ന് അവർക്ക് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. അതിന്റെ ഫലമാണ്
റഹ്മത്തായ കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നു. വേനലും വർഷവും ശിശിരവും കടന്നുപോയി. ആ കുട്ടിക്ക് പ്രായം 4 കഴിഞ്ഞു. ഉപ്പ ആ മകന് ജീവിതത്തിന്റെ പുതിയൊരു മേഖലയിലേക്ക് കയറ്റി. വന്യപിതാവും പ്രഥമ ഗുരുവുമായിരുന്ന സയ്യിദ് മുഹമ്മദ് കോയങ്ങി തങ്ങൾ ആ കുഞ്ഞിന്റെ കയ്യും പിടിച്ച് വീടിനടുത്തുള്ള മദ്രസയിലേക്ക് നടന്നു. തനിക്ക് വിജ്ഞാനത്തിന്റെ ബാലപാഠം നൽകിയ ആ വിദ്യാലയത്തിന്റെ പേര് അന്ന് തന്നെ ആ മനസ്സിൽ കോറിയിടപ്പെട്ടിരുന്നു, മുഹിമ്മത്ത്. അതാണ് ഒരു ജീവിതം കൊണ്ട് ആ മഹാൻ സമുദായത്തിന് നൽകിയ സമ്മാനം, മുഹിമ്മത്ത് എന്ന വിജ്ഞാന ഗോപുരം. അന്ന് അവരുടെ കൂടെ പഠിച്ചവർക്ക് പറയാനുള്ളത്, അന്നും തങ്ങൾ പൊന്നുപോലത്തെ കുട്ടിയായിരുന്നു എന്നാണ്. അതെ, തങ്ങൾ പൊന്നായിരുന്നു, കളങ്കമില്ലാത്ത തങ്കം. മദ്രസയോടൊപ്പം അടുത്തുള്ള സ്കൂളിലും അവിടുന്ന് ബാലപാഠം നടത്തി. മദ്രസ പഠനം കഴിഞ്ഞ് അടുത്തുള്ള പള്ളിയിൽ ചെറിയ കിതാബുകൾ ഓതി തുടങ്ങിയെങ്കിലും മനസ്സ് സമാധാനിച്ചില്ല. മഴ കാക്കുന്ന വേഗാമ്പലിനെ പോലെ തങ്ങളുടെ മനസ്സ് ഒരു നല്ല ദർശനം അന്വേഷിക്കുകയായിരുന്നു. അതുതന്നെയായിരുന്നു റബ്ബിന്റെ തീരുമാനവും. അള്ളാഹു ആരിലെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ ദീനി പണ്ഡിതനാകും എന്ന മുത്തുനബിയുടെ വാചകത്തിന്റെ വ്യാഖ്യാനം ജീവിച്ചു കാണിച്ച വന്യ സയ്യിദ്. ഇൽമിന്റെ തേനുകരാൻ പൂവന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചു വണ്ടിന് വീടിനടുത്ത് തന്നെ ധാരാളം തേൻ ചെലുത്തുന്ന ഒരു പുഷ്പം ലഭിച്ചു. അബ്ദുള്ള മുസ്ലിയാർ എന്ന മഹാമനീഷി. സൗകര്യങ്ങളായിരുന്നില്ല, ആത്മീയതയായിരുന്നു അന്ന് ഉസ്താദിന്റെയും ശിഷ്യന്മാരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ശേഖന തങ്ങൾ ഉസ്താദ് അസൗകര്യങ്ങളിലും പരിമിതികളിലും വകവെക്കാതെ അബ്ദുള്ള ഉസ്താദിനടുത്ത് വിവിധ സ്ഥലങ്ങളിലായി 8 വർഷക്കാലത്തോളം മതിലുകർന്നു. കരുവമ്പയിൽ എന്ന പ്രകൃതി രമണീയമായ ചാലിയാറിന്റെ തീരത്തുള്ള സുന്ദര ഗ്രാമം. യാത്ര ചെലവ് 70 പൈസ. പക്ഷേ തങ്ങൾ ഉസ്താദിന് അതുണ്ടായിരുന്നില്ല. നടന്ന് യാത്ര ചെയ്ത് ഇൽമ നേടി 8 വർഷക്കാലം ഇൽമിന്റെ മധുരം ആസ്വദിച്ചെങ്കിലും മനസ്സിലെ ദാഹം അടങ്ങിയില്ല. പിന്നീട് കൊടുങ്ങല്ലൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ കീഴിലും അത് കഴിഞ്ഞ് പ്രമുഖ പണ്ഡിതൻ മഞ്ചേരി ബഷീർ മുസ്ലിയാരുടെ കീഴിലും തങ്ങൾ ദർസ് പഠനം നടത്തി. പ്രൗഢമായ ബഷീർ ഉസ്താദിന്റെ ദർസിൽ നിന്നും ആ വിജ്ഞാന കുതിക്ക് വേണ്ടതെല്ലാം കിട്ടിയിരുന്നുവെങ്കിലും ആ തുര അവസാനിച്ചില്ല. ശേഷം അന്ന് കേരളത്തിലെ ഉന്നതമത കലാലയമായിരുന്ന പട്ടിക്കാട് ജാമിഅ നൂരിൽ ചേർന്ന് 4 വർഷത്തെ വിജ്ഞാന സമ്പാദനത്തിന് ശേഷം ബഹുമാനപ്പെട്ട കനിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, കോട്ടുമല്ല ഉസ്താദ് തുടങ്ങിയ ഗുരുവര്യരുടെ പൊരുത്തത്തോടെ 1972 ബിരുദധാരിയായി ആ യുവ പണ്ഡിതൻ കർമ്മരംഗത്തിറങ്ങി. ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ജനനം കോഴിക്കോടും പഠനം മലപ്പുറത്തുമായിരുന്ന ആ ധീര പണ്ഡിതന്റെ സേവനത്തിന് ആതിഥ്യമരുളാൻ ഭാഗ്യം ലഭിച്ചത് പ്രവാചക കാലം മുതൽക്ക് ഇസ്ലാം പ്രചരിക്കുകയും നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്തു വരുന്ന മലയാളത്തിന്റെ വടക്കിനായിരുന്നു. അതെ, സപ്തഭാഷകളുടെ സംഗമസ്ഥാനമായ കാസർഗോഡ്. മുൻകഴിഞ്ഞ ഒരുപാട് മഹാന്മാർക്ക് സ്വാഗതമരുളിയ ആ പ്രദേശം ഈ പൊൻതാരകത്തെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ തങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ഉറുമയിൽ സേവനം ആരംഭിച്ചു. പക്ഷേ പാദത്തിലെ കരടായി മാറിയല്ലോ കൂട്ടം. സുന്നത്ത് ജമാഅത്തിൽ സഹച്ച
പാദത്തിലെ കരടായി മാറിയല്ലോ വിതയിക്കൂട്ടം. സുന്നത്ത് ജമാഅത്ത് സഹാക്ക പ്രമാണങ്ങൾ വെളിച്ചെറിഞ്ഞുടക്കല്ലോ വഹാബിത്തേറ്റം. കല്ലും മുള്ളും താണ്ടിയെടുത്ത് ധീരർ നായകർ സേഫോന ആദർശത്തെ ആയുധമാക്കി മുന്നേറിയൻ സേഫോന. കല്ലും മുള്ളും താണ്ടിയെടുത്ത് ധീരർ നായകർ സേഫോന ആദർശത്തെ ആയുധമാക്കി മുന്നേറിയൻ സേഫോന. ഓടി വഹാബി കൂട്ടം നീങ്ങി ബിദ്അത്തിൽ പറ്റം സേഫോന ചെയ്തോരെ കർമ്മ പാദത്തിലെ കരടായി മാറിയല്ലോ വിതയിക്കൂട്ടം. സുന്നത്ത് ജമാഅത്തിൻ സഹാക്ക പ്രമാണങ്ങൾ വെളിച്ചെറിഞ്ഞുടക്കല്ലോ വഹാബിത്തേറ്റം. കാസർഗോഡ് ജില്ലയുടെ ഉൾപ്രദേശങ്ങൾ അധികവും വിജയികളുടെ കരാളഹസ്തങ്ങളിൽ പിടയുന്ന സന്ദർഭമായിരുന്നു അത്. പള്ളി മെമ്പറുകൾ മലയാള കുതുബയാൽ മലീമസമായിരുന്ന കാലം. ചുറ്റിൽ നിന്നും അടിച്ചു വീശുന്ന കാറ്റിന് പോലും വഹാബിസത്തിന്റെ ചീഞ്ഞ മണമുണ്ടായിരുന്നു. പക്ഷേ തങ്ങൾ പതറിയില്ല. ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീരിലും അന്തസ്സിന്റെ നിർവൃതി കോരി കുടിച്ച കുടുംബ പാരമ്പര്യം തങ്ങൾക്ക് ഊർജം പകർന്നു. കർമ്മസരണി പഞ്ചസാര ഭരണിയും പാൽപ്പായസ ധരണിയുമല്ലെന്നും കല്ലുമുള്ളും നിറഞ്ഞ വൈതരണികളാണെന്നും മനസ്സിലാക്കി ശേഖന പോരാടി ഒറ്റയാൾ പട്ടാളമായി. പിന്നെ പൊൻതിളങ്ങി പരിപൂർണരായി വിളങ്ങി ശാന്തി മന്ത്രമോദി സത്യദീനിൻ ശോഭ പൊങ്ങി. താഹിറുല്ലഹ്ദലാം പൂവേ സുന്നി സമൂഹത്തിൻ ധീരനായരേ. താഹിറുല്ലഹ്ദലാം പൂവേ സുന്നി സമൂഹത്തിൻ ധീരനായരേ. ധർമ്മപതാകയെ വാനിലുയർത്തുവാൻ ഞങ്ങളേറെ സഹിച്ചേ. ധാർമ്മിക വിധിയെ ധന്യമതാക്കുവാൻ ധീരമായി ചെയ്തു നിന്നേ. ധർമ്മപതാകയെ വാനിലുയർത്തുവാൻ ത്യാഗങ്ങളേറെ സഹിച്ചേ. ധാർമ്മിക വിധിയെ ധന്യമതാക്കുവാൻ ധീരമായി ചെയ്തു നിന്നെ. നിന്നെ ശംസ് പൊൻതിളങ്ങി പരിപൂർണരായി വിളങ്ങി ശാന്തി മന്ത്രമോദി സത്യദീനിൻ ശോഭ പൊങ്ങി. താഹിറുല്ലഹ്ദലാം പൂവേ സുന്നി സമൂഹത്തിൻ ധീരനായരേ. താഹിറുല്ലഹ്ദലാം പൂവേ സുന്നി സമൂഹത്തിൻ ധീരനായരേ. വഹാബിസം ഇരുട്ട് പരത്തിയ വഴിയിൽ തങ്ങൾ പ്രകാശം പരത്തും താരകമായി. ആ മുഖശോഭയാൽ വഹാബിസത്തിന്റെ ഇരുട്ട് നീങ്ങി. മുന്നോട്ടുള്ള പാതയിൽ വഹാബികൾ തീർത്ത ഉരുക്കുമതിലുകൾ. ആ നോട്ടത്തിൽ അലിഞ്ഞില്ലാകിയോ. ആ പുഞ്ചിരിക്കു മുമ്പിൽ ശത്രുക്കൾ മിത്രങ്ങളായി. ചീത്തുപ്പുന്ന ഈ വറോലകൾ തെറ്റാണെന്ന് തങ്ങളുടെ ജീവിതത്തിൽ നിന്നും പ്രമാണബന്ധങ്ങളായ വാക്കുകളിൽ നിന്നും ജനം മനസ്സിലാക്കി. വഹാബിസത്തെയും മൗദൂദിസത്തെയും അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ സമൂഹം തയ്യാറായി. വിപ്ലവ വിജയത്തിന്റെ വീരകഥകളുമായി ശേഖുന മുമ്പിൽ നടന്നു. എങ്ങും സത്യത്തിന്റെ പുതിയ പ്രഭാതം വിടരാൻ തുടങ്ങി. സുന്നത്ത് ജമാഅത്തിന്റെ വിശുദ്ധ പതാക വാനിൽ പാറിക്കളിച്ചു. തങ്ങൾ ഉസ്താദിനെ പോലെ നൂറുകണക്കിന് നിഷ്പക്ഷമതികളുടെ കൺതടങ്ങളിൽ സന്തോഷാശ്രു പൊടിഞ്ഞു. തങ്ങൾക്ക് വേണ്ടി പ്രവർത്തകർ അള്ളാഹുവിനോട് ചേർന്നു പ്രാർത്ഥിച്ചു. ഒറ്റയാനായി പടപരിചയ തങ്ങൾ ഉറുമിയിലും സമീപ പ്രദേശങ്ങളിലും SYS അടക്കമുള്ള സുന്നി സംഘടനകളുടെ യൂണിറ്റുകൾ സ്ഥാപിച്ചു. സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന നേതാവായും പ്രവർത്തകർക്ക് ആവേശം പകരുന്ന പ്രവർത്തകനായും ചെയ്തവർ മുന്നിൽ നടന്നു. 9 വർഷക്കാലം ഉറുമിയിലും അത്രയും കാലം നെല്ലിക്കുന്നിലും സേവനം ചെയ്ത തങ്ങൾ ഇരുളിന്റെ മറവിൽ ഒളിച്ചിരുന്ന വിജയികളെ അടിച്ചോടിച്ചു. ധീരമായി മുന്നേറി കാസർഗോഡിന്റെ ഇസ്ലാമിക തനിമ വീണ്ടെടുത്തുകൊണ്ട്. അതിനിടയിൽ പണ്ഡിതർ ശക്തമായി നിന്നേ ദീനിൻ വീതിയിലോർജം പകർന്നേ. ധീര പണ്ഡിതർ ശക്തമായി നിന്നേ ദീനിൻ വീതിയിലോർജം പകർന്നേ. കാറ്റായി വിളങ്ങി ചെയ്തുള്ള
എപ്പിസോഡുകളുടെ അവസാനം സമസ്തയുടെ ആധികാരിക പണ്ഡിത സഭയിൽ വേദനാജനകമായ ചില സംഭവങ്ങൾ ഉടലെടുത്തു. പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നൂറുൽ ഉലമയും കമറുൽ ഉലമയും കൻസുൽ ഉലമയും അടങ്ങുന്ന പണ്ഡിത കേസരകൾ താജുൽ ഉലമയ്ക്ക് കീഴിൽ ഇറങ്ങി വരുന്നതിൽ കലാശിച്ചു. ഹക്കിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തങ്ങൾ ഉസ്താദ് ശൈഖുന താജുൽ ഉലമയ്ക്കൊപ്പം നിന്നു. അത് നാട്ടുകാരിൽ ചിലർക്ക് പൊറുതികേടുണ്ടാക്കി. മുന്നിൽ നിന്ന് പുഞ്ചിരിക്കുന്നവർ പോലും പിറകിൽ പോയി പറഞ്ഞു, ഏതോ നാട്ടുകാരൻ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. തങ്ങൾ ഉസ്താദ് സംഭവം അറിഞ്ഞു. കെട്ടി നിൽക്കുന്ന വെള്ളമല്ല, ഒഴുകുന്ന നദിയാണ് സമുദ്രത്തെ പുൽകുക എന്ന സത്യം മനസ്സിലാക്കി മനസ്സിലാ മനസ്സോട് സ്വന്തം നാടിനോട് വിട പറഞ്ഞ് കാസർഗോഡ് ചൂരിൽ താമസമർപ്പിച്ചു. 1990 മുതൽ കാസർഗോഡുകാരനായ ശൈഖുന കട്ടത്തടുക്കയിലും കുമ്പളയിലും പ്രകാശം പരത്തി വസിച്ചു. സത്യമാർഗം ജീവിതത്തിലൂടെ വിവരിച്ചു കൊടുത്ത തങ്ങൾ എതിരാളികളുടെ മിത്രമായി. ഏതോ നാട്ടുകാരൻ കാസർഗോഡിന്റെ സ്വന്തം തങ്ങൾ ഉസ്താദായി മാറി. വിപ്ലവത്തിന്റെ തീജാലകൾക്ക് എണ്ണ പകർന്നുകൊണ്ട് ശൈഖുന മുന്നേറി. അതിന്റെ ഫലമാണ് പാറും കിളിയെ പാടിടുമോ നീ ധീരചരിതങ്ങൾ, സാഹിറുകൾ നേടിയെടുത്ത വിപ്ലവദേശങ്ങൾ. പാറും കിളിയെ പാടിടുമോ നീ ധീരചരിതങ്ങൾ, സാഹിറുകൾ നേടിയെടുത്ത വിപ്ലവനേറ്റങ്ങൾ. അറിവിൻ പൂവുകൾ വിടരുന്നേ, അഖിലം ജാതി പരക്കുന്നേ. അറിവിൻ പൂവുകൾ വിടരുന്നേ, അഖിലം ജാതി പരക്കുന്നേ. ഈമിൻ ചോപ്പ് വളർന്ന് പടർന്നേ, ഈ മോഹിമാത്ത് അഭയമതായി എങ്ങും പ്രോജ്വലമായി. അഭയമതായി എങ്ങും പ്രോജ്വലമായി. പാറും കിളിയെ പാടിടുമോ നീ ധീരചരിതങ്ങൾ, സാഹിറുകൾ നേടിയെടുത്ത വിപ്ലവനേറ്റങ്ങൾ. പാറും കിളിയെ പാടിടുമോ നീ ധീരചരിതങ്ങൾ, സാഹിറുകൾ നേടിയെടുത്ത വിപ്ലവനേറ്റങ്ങൾ. സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക സംഘടനയായ SYS അതിന്റെ ശക്തി വിളിച്ചോതി ജനലക്ഷങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം നൽകിയ എറണാകുളം സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ബഹുമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നതിന് സമ്മേളന ശില്പികളിൽ ഒരാളായ തങ്ങൾ ഉസ്താദ് ഇങ്ങ് വടക്ക് നിന്ന് ഉത്തരം നൽകി. അതാണ് മുഹിമാത്ത്. 11 അനാഥ മക്കളുമായി പുത്തികൈ പഞ്ചായത്തിൽ തുടക്കം കുറിച്ച് ഇന്ന് 1000-ലധികം വിദ്യാർത്ഥികളെ വിജ്ഞാനത്തിന്റെ വിശാല ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന മഹത് സ്ഥാപനം. 1/4 കോടിയിലധികം രൂപ പ്രതിമാസം സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന വിജ്ഞാന ഗേഹം. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും മുഹിമാത്തിന് ഒരു ശക്തിയുണ്ടായിരുന്നു. ആദർശങ്ങളിൽ നിന്നുലയാത്ത, പ്രതിബന്ധങ്ങളിൽ തളരാത്ത, പ്രലോഭനങ്ങളിൽ വശംവദനാകാത്ത തിരുനബി പൗത്രൻ സയ്യിദുനാ താഹിറുൽ അഹ്ദൽ. ആ കരുത്തിനു മുമ്പിൽ, നിശ്ചയദാർഢ്യത്തിന് പിന്നിൽ പ്രതിസന്ധികളുടെ മലകൾ കീഴടങ്ങി ഉന്നതിയുടെ പടവുകൾ എത്തിപ്പിടിച്ച് തങ്ങൾ മുന്നേറി. ഒപ്പം മുഹിമാത്ത് നഗറിൽ നിന്നും കോഴിക്കോട് കൂളിമാട് വരെയും മുഹിമാത്ത് സ്ഥാപനങ്ങൾ ആദർശം വിളിച്ചോതുന്നു. മുഹിമാത്തിലെ മൺതരികൾ പോലും ആ പാദസ്പർശനത്താൽ പുളകിതമായി. സസ്യലതാദികൾ പോലും ആ മുഖശോഭയാൽ ആനന്ദമനുഭവിച്ചു. മുഹിമാത്തിലെ ഓരോ സംരംഭത്തിലും അവിടുത്തെ വിയർപ്പിന് ഗന്ധമുണ്ട്, ശ്വാസത്തിന്റെ തലോടലുമുണ്ട്. അശരണർ കാലംബമായി, അനാഥകൾ കവയമായി, കലുഷ മനസ്സുകളിൽ സാന്ത്വനമായി. മുഹിമാത്തും അതിന്റെ ശില്പിയും ലോകം മുഴുക്കെ വളർന്നു. പ്രസിദ്ധികളും സ്ഥാനങ്ങളും തങ്ങളെ തേടിയെത്തി. പ്രതിയോഗികൾ പോലും ആ തിരുമുമ്പിൽ തലവനിച്ചു സങ്കടം പറഞ്ഞു. അവിടുന്ന് സാന്തകനായി, ശാന്തിദുന്തനായി ഓടി നടന്നു. ശരീരത്തിൽ അടിയുറച്ച് സ്വരീകത്തും അക്കീക്കത്തും അറിഞ്ഞ പണ്ഡിതപ്രഭയാണ് തങ്ങൾ ഉസ്താദ്. അതിനുദാഹരണമാണ് ആനന്ദമേകിടും കൽബൻ സയ്യിദ് താഹിറുൽ അഹ്ദൽ ചാരെ എത്തുന്നു സബാഹിരി പായി. ഒളിവേറും പുണ്യതരീഖത്തിന് ഖലീഫ അങ്ങ് പൊന്നെ യാദൈനൽ മോഹത്തിനൂരേ. ആനന്ദമേകിടും കൽബൻ സയ്യിദ് താഹിറുൽ അഹ്ദൽ ചാരെ എത്തുന്നു സബാഹിരി പായി. ഒളിവേറും പുണ്യതരീഖത്തിന് ഖലീഫ അങ്ങ് പൊന്നെ യാദൈനൽ മോഹത്തിനൂരേ. തങ്ങൾ പുണ്യമേറും മൊഴിമുത്തുകളാൽ മൊഴിയൊന്നു കേട്ടിടേണേ നിങ്ങൾ.
ഉമറായി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപുത്രൻ സബാഹരിഫായി തങ്ങളെ തേടി ഇന്ത്യയിലെത്തി. ഖലീഫ പട്ടം അണിയിച്ചു. സൈനുൽ മുഹഖഖീൻ എന്ന സ്ഥാനപ്പേര് നൽകി. ഒരുപാട് തരീഖത്തുകൾക്ക് ശൈഖും മുരീദുമായി തങ്ങൾ ജീവിതം നയിച്ചു. ജീവിതത്തിന്റെ മുഴുവൻ സമയവും ദീനി ഖിദ്മത്തിലായിരിക്കണമെന്ന് അവിടത്തേക്ക് വാശിയുണ്ടായിരുന്നു. മുഹിമ്മത്തിനെ സ്വന്തത്തെക്കാളും സ്നേഹിച്ചിരുന്നു തങ്ങൾ ഉസ്താദ്. പട്ടിണിയും പരിവട്ടവുമായിരുന്ന കാലത്തും പ്രവർത്തന ഗതിയിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ധീരമായി നിന്നിരുന്ന അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല. പക്ഷേ മുഹിമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ കണ്ണുകൾ നനഞ്ഞു, അല്ല ബാഷ്പം ധാരധാരയായി ഒഴുകി. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ ജനനായകന് നമ്മോട്. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. കാലം കടന്നുപോയി. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ ഇരു കൈയെണ്ണത്തി സ്വീകരിച്ച ശേഖുന രോഗം വന്നപ്പോഴും ആവലാതി പറഞ്ഞില്ല, വേവലാതിപ്പെട്ടില്ല. രോഗം ഗുരുതരമായപ്പോഴും അവിടുത്തെ കണ്ണം നിറഞ്ഞില്ല. മുഹിമ്മത്തിന് വേണ്ടിയല്ലാതെ. ICUവിൽ കിടക്കുമ്പോഴും ആ മനസ്സ് പിടച്ചത്, ആ ചൂണ്ട് ചലിച്ചത് മുഹിമ്മത്തിന് വേണ്ടിയായിരുന്നു. രോഗതീവ്രത അറിഞ്ഞ് സുന്നി കേരളം കൽബ് പൊട്ടിച്ചേണു. മനസ്സിൽ വേദന കണ്ണീരായി പെയ്തിറങ്ങി. അവിടുത്തെ ദീർഘായുസിന് വേണ്ടി പലരും നേർച്ചു നേർന്നു. തങ്ങളില്ലാത്ത ലോകം അവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ലോകം കഴിയുമ്പോൾ ഒരാൾ മാത്രം ചിരിക്കുന്നുണ്ടായിരുന്നു. മുഹിമ്മത്തിന്റെ നായകൻ അഭിമന്യ തങ്ങൾ ഉസ്താദ്. കാലത്തിന്റെ ഇതിഹാസ പുരുഷൻ കാന്തപുരം ഉസ്താദും മൗലാന MA ഉസ്താദും അവിടുത്തെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ കേൾക്കാം. അവരോട് അവിടെ നിന്ന് പുഞ്ചിരിച്ച് സന്തോഷത്തോടെ പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ കടന്നു എന്നായിരുന്നു. ആ സ്വർഗീയ പൂവനം കണ്ട് അവിടുന്ന് പുഞ്ചിരിച്ചു. ലോകം മുഴുവൻ കണ്ണീർ വറുത്ത് ആ ജീവന് വേണ്ടി കേണപ്പോഴും അവിടുന്ന് സുഖലോലുപത ആസ്വദിച്ചുകൊണ്ട് ആ ഉന്നതമായ കൂട്ടുകെട്ട് കൊതിച്ചിട്ടുണ്ടാവണം. വേർപാടിൻ ദുഃഖസാഗരം വേർപിരിഞ്ഞുള്ള താരകം ബഹുവന്യ തങ്ങളോർകളിൽ മൊഴിയുണ്ടോ ഞാനിടലിയല്ല. വേർപാടിൻ ദുഃഖസാഗരം വേർപിരിഞ്ഞുള്ള താരകം ബഹുവന്യ തങ്ങളോർകളിൽ മൊഴിയുന്നു ഞാനിടലിയല്ല. മുത്തുറസൂലിന്നോമന മുത്തഖിയായ പൂവികൾ ചെയ്ത് താഹിറഹ്ദലിൽ ഏകിടു നിന്ദിലയല്ല. മുത്തുറസൂലിന്നോമന മുത്തഖിയായ പൂവികൾ ചെയ്ത് താഹിറഹ്ദലിൽ ഏകിടു നിന്ദിലയല്ല. വേർപാടിൻ ദുഃഖസാഗരം വേർപിരിഞ്ഞുള്ള താരകം ബഹുവന്യ തങ്ങളോർകളിൽ മൊഴിയുന്നു ഞാനിടലിയല്ല. ചെയ്യുന്നു സുന്നി കേരളം ചേതമറിഞ്ഞ
മദതും കറാമത്തേകിനി കനിയേണേ ഞങ്ങളിൽ സദാ ചേരുന്നു സുന്നി കേരളം ചേതമറിഞ്ഞ കൽബകം മദതും കറാമത്തേകിനി കനിയേണേ ഞങ്ങളിൽ സദാ വേർപാടിൻ ദുഃഖസാഗരം വേർപിരിഞ്ഞുള്ള താരകം ബഹുവന്യ തങ്ങളോർകളിൽ ഒഴിയുന്നു ഞാൻ റളിയല്ല വേർപാടിൻ ദുഃഖസാഗരം വേർപിരിഞ്ഞുള്ള താരകം ബഹുവന്യ തങ്ങളോർകളിൽ ഒഴിയുന്നു ഞാൻ റളിയല്ല. ആധുനിക മരുന്നുകൾ ആ വിധിക്ക് മുമ്പിൽ തോൽവി സമ്മതിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്ന് തങ്ങൾ ഉസ്താദിനെ സ്വീകരിച്ചത് വിശുദ്ധ ഖുർആനിന്റെ മാസ്മര ധ്വനികളായിരുന്നു. ഒരു ഭാഗത്ത് ഇടറുന്ന കണ്ഠവുമായി പ്രവാചക പ്രകീർത്തനവും, മറുഭാഗത്ത് വിശുദ്ധ ഖുർആനിന്റെ മന്ത്രധ്വനികളുടെയും ഇടയിൽ ശൈഖുന പുഞ്ചിരിച്ചു. പകൽ രാത്രിക്ക് വഴിമാറി. പ്രകാശം പരത്തുന്ന സൂര്യൻ ഇരുളിനെ വിളിച്ച് പോയി മറഞ്ഞു. ആമുഖം കൂടുതൽ ശോഭയാർന്നു. മന്ദമായി വീശുന്ന മാരുതനും തിരച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികളും ഒരു നിമിഷം സ്തബ്ധമായി. അല്പസമയത്തിന് ശേഷം ആ ഇളം തന്നെ മുഹിമാത്ത് നഗറിലെത്തി. വാർത്ത കേട്ടവർ തേങ്ങിക്കരഞ്ഞു. മുഹിമാത്ത് ക്യാമ്പസ് കുട്ടികളുടെ കണ്ണുനീരിനാൽ ദുഃഖാർദ്ധമായി. കുട്ടികളെ സമാധാനിപ്പിക്കാൻ കഴിയാതെ ഉസ്താദുമാർ വിതുമ്പി. നിറ കണ്ണുകളുമായി അവർ പരസ്പരം നോക്കി. ഇല്ല, ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവരും കുതിച്ചു ശൈഖുനായുടെ വീട്ടിലേക്ക്. ഫോണുകളിൽ നിന്നും ഫോണുകളിലേക്ക് സത്യമാവരുത് എന്ന പ്രാർത്ഥനയോടെ ആ വാർത്ത പരന്നു. ശൈഖുന എത്തി ഉസ്താദ് അടക്കമുള്ള നേതാക്കൾ മുഹിമാത്തിൽ ഓടിയെത്തി. വിതുമ്പുന്ന ചുണ്ടുമായി അവർ ഓടി നടന്നു. പിതാവിന് ഇഷ്ടപ്പെട്ട മക്കളെപ്പോലെ. അവസാനം സുന്നി കേരളം ആ വാർത്ത സത്യമാണെന്നറിഞ്ഞു. അതെ, ഇനി തങ്ങൾ ഉസ്താദിന്റെ ജീവനുള്ള നേതൃത്വം നമുക്കില്ല. ആമുഖം ഇവിടെ കാണാനാവില്ല. എല്ലാം ചെയ്തു തീർത്ത് മുഹിമാത്തിന് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കരുത്തുറ്റ കൈകളിലേൽപ്പിച്ച് ശൈഖുന ആലമ്പാടി ഉസ്താദിനെയും വെള്ളിപ്പാടി ഉസ്താദിനെയും പോലുള്ളവർ നിർദ്ദേശിച്ച് നിയമിച്ച് എല്ലാം റബ്ബിൽ സമർപ്പിച്ച് ആ റൂഹ് പിരിഞ്ഞു. പുണ്യമാലാകന്മാർ അവരെ സ്വീകരിച്ചു. 2006 സെപ്റ്റംബർ 2 ഷാബാൻ 10 ശനി ലോകം നിശയുടെ ഇരുളിലേക്ക് പ്രവേശിക്കുമ്പോൾ 6 പതിറ്റാണ്ടോളം വിജ്ഞാന പ്രഭ പരത്തി ആ സൂര്യനും മാഞ്ഞുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇല്ല, തങ്ങൾ ഉസ്താദ് നമ്മെ പിരിഞ്ഞിട്ടില്ല, പിരിയുകയുമില്ല. ആ മസാറിലെത്തുന്ന നൂറുകണക്കിന് പാവങ്ങളുടെ മുഖം അത് പറയുന്നുണ്ട്. ഇനിയും ഒരുപാടുണ്ട് പറയാൻ, തീരാത്തത്രയും. ഇടറുന്ന മനസ്സോടെ, വിറയ്ക്കുന്ന ചുണ്ടുകളോടെ, വിതുമ്പുന്ന ഹൃദയത്തോടെ അവരുടെ കൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ തങ്ങൾ ഉസ്താദിന്റെ അനുസ്മരണ കാവ്യത്തോടെയും നിർത്തുന്നു ഞങ്ങൾ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ألا ليست الدنيا بمسكن راحتي ولكنما الدنيا كمنزل ساعتي ولا دوم في الدنيا لأحد ولا بقاء سوى الله كل سوف يفنى بقبضتي ولكنما فيها قليل ذو العلا وموتاتهم كانت لدنيا كذلتي وهزاننا كلا فراق لشيخنا وسيدنا الأهدى لصاحب همتي فصار بذاك النباء أنهاء عالمين بكينا بكاء شدة بعد شدتي فيا كربتا يا حسرتا وندامتا فمن بعده ينجي لنا حين كربتي توفي في شعبان عاشر ليله بعيدا غروب شمس يا ليل كربتي
وأفجأ كل المؤمنين فراقه صغيرا كبيرا كل عام وخاصة وكان نشأ في صغاره في عبادتي وكان بريئا دائما من كريهتي تعلم في الصغر العلوم بجهدتي تبحر في كل الفنون وحكمتي وكان فقيها صوفيا طاهرا كما يسمى به من كل سوء وزلة كما قال تاج للعلماء شيخنا هو الطاهر حقا بطهر الحقيقة فكم مسجدا فيه أقام مدرسا يحقق للأصحاب علم الشريعة بنى مسجدا لله موضع عدتي معاهد شتى في نواهي لبلدتي ومنها المهمات الشهيرة بيننا لتكفيل أيتام وأصحاب قلتي خواديم أهل السنة كانوا بظله وفي نصحه تدبيره كل ساعة وكان مآبا لعلماء ديننا على كل حال الفتن حال المشقة وكم من مريض آئس برء سقمه يجيء له راح فريحا ببرأتي كراماته شتى كثير بيانها ويعلمها كل كشمس الظهيرة تزيا بأوصاف الكمال جميعها ولم يرض وصفا من صفات الدنية وبعد وفاة الأم صاحب مرضه فعالج كل من أطب الأجلة إلى نهر عامين علاجا فقلما يكون معافا من شديد وعلة وكل الأطباء عالجوا فوق طوقهم ولكن شيخ اختار دارا بجنتي ودأب الحمام أن يقدم أولا أفاضيل يبقى بعد مثل الحسالة بيومين قبل الموت كلم ضاحكا فقال لنا إني أريت بجنتي بكينا حزينا حوله عند قوله فيا حبذا الوجه البسيم بفرحتي ووداع كل ما تبسم وجهه وقال لكل ميت داخل جنتي ولما أتى شيخ الزمان يعوده فقال له إني دخلت بجنتي
ولما دنا مولانا يتبسما وصافحه فرحا سرورا بشدة ولما دنا وقت انتقال لربه تهلق كل القوم قارئ بردتي وسورة رعد ثم ياسين سقفنا ففي مجلس المطار زانا لجنتي فيا موت لم أيتمت خدام ديننا وأهل المهمات وسائر بلدتي وتلفان من بغداد يوم وفاته حزينا صباح الدين شيخ الطريقة وأربعة أبناؤه عند موته وسبع بنات مع زوج شريفة فيا أهله صبرا فذا قدر ربنا أما لكم عبر بخير البرية ومدفانه الميمون قربا لمسجدي مهماتنا مأوى لنا كل حالة يهب نسيم اليمن من حول قبره إلى كل أقطار البلاد وقريتي ونسأل رب العرش غفران شيخنا ويجمعنا في جنبه دار جنتي صلاة وتسليم على خير مرسلين ولله حمدي دائما في تتمتي. ബദിയടുക്കയുടെ നെറുകയിൽ തിലകച്ചാർത്തായി തല ഉയർത്തി നിൽക്കുന്ന യൂണിറ്റി മസ്കൻ. ഹാർഡ്വെയർസ് മെറ്റീരിയൽസ്, ആരെയും ആകർഷിപ്പിക്കുന്ന ടൈൽസുകളുടെ വൻ ശേഖരം. യൂണിറ്റി മസ്കൻ. ഡീലേഴ്സ് ഇൻ സ്റ്റീൽ, ഹാർഡ്വെയർ, സിമെന്റ് ആൻഡ് ടൈൽസ്. യൂണിറ്റി മസ്കൻ, അപ്പർ ബസാർ, ബദിയടുക്ക, PO പർദാല, കാസർഗോഡ്. ഫോൺ 0499828622. മൊബൈൽ 9447736022. نحمدك اللهم حمدا دائما صلي على خير العباد مسلما وآله أهل العبا والكرما وأهل بيت ناصر دين الله آمدنا بمددهم يا الله بسر سيدنا الشريف الأهدلي زين المحققين طاهر الولي وبكل آباء إلى جد العلي ندعو بهم متوسلين إلى الله فاسمع دعاءنا بهم يا الله بمدد والده الشهير الأهدلي محمد وبأبيه المهدلي محمد الأصغر ذي الفضل الجليل بحق عبد القادر رضي الله وآتنا ودادهم يا الله وبعبد الرحمن القيام الأهدلي
والشيخ عبد القادر نجلي علي وسيد السادات مولانا العلي رب اغفرنا وارحمنا يا الله بحقهم فعنهم رضي الله بفضل والده عمر الأهدلي بجاه إبراهيم ذي الشرف الجلي أبي القاسم الأهدل ذي فضل علي فرج كروبنا بهم يا الله كلا فعنهم دائما رضي الله وبتقي ديننا والحاتمي والده بأحمد ذي الكرم وبأبيه حسن ثم ابن محمد عمرنا رضي الله عنهم فأد ديوننا يا الله سيدنا محمد الأهدلي والده بأحمد المهدلي أبيه الشريف عمر الأهدلي من كل آفات قنا يا الله بحقهم فعنهم رضي الله بالشيخ أحمد بن عمر الأهدلي وبعمر سيدنا الشريف المهدلي بالسيد قطب علي الأهدلي وطولا أعمارنا يا الله وعافنا بحقهم رضي الله وبحق سيدنا عمر الأفخري أبيه الكريم محمد المهاجري وبسليمان الولي الزاهري وامنع عوائق علمنا يا الله بحقهم فعنهم رضي الله بجاه سيدنا عبيد الله سيدنا عيسى ولي الله وسيد العلوي جيش الله طهر قلوبنا بهم يا الله زدنا علوما عنهم رضي الله سيدنا محمد حمحامي عون وموسى الكاظم الإمامي وجعفرين الصادق الهمامي أنجح مطالبنا بهم يا الله كلا فعنهم دائما رضي الله وبالشهير الباقر محمدي ثم علي بن الحسين السيدي وبالحسين بن البتول الأمجدي من شر إبليس عدا يا الله سنا فعنهم دائما رضي الله وبحق فاطمة البتول الزاهرة بجاه طه خير من وتأثرا صلى عليه آله رب الورى حسن خواتمنا بهم يا الله ببشارة الجنة من عند الله.